ഒരു കുഞ്ഞ് മുരിങ്ങേൻ്റെ ഇല ഉപ്പേരിയായിട്ട് ഉണ്ടാക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടമല്ലേ? നല്ല ഇഷ്ടമാണ് എനിക്കും. അപ്പോൾ ആദ്യം തന്നെ സ്റ്റവിൽ ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട്. ചൂടായപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ചൂടായപ്പോൾ അതിൽ കടുകിട്ട് പൊട്ടിച്ചു. കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ എന്താ വെച്ചാൽ ജീരകം ഇട്ടു കേട്ടോ. ജീരകം ഇട്ടു. പിന്നെ ഞാൻ വറ്റൽമുളക് ഉണ്ടായിരുന്നില്ല എൻ്റെ അടുത്ത്. അപ്പം ഞാൻ നമ്മളെ വറുത്ത മുളകില്ലേ, മുളകിലിട്ട തൈര് മുളക്, വറുത്ത മുളക്, അത് കുറച്ച് പൊടിച്ചിട്ടു. എന്നിട്ട് കുറച്ച് ചെറിയ ഉള്ളി, പിന്നെ വെല്ലുള്ളി, കുറച്ച് വെളുത്തുള്ളി എല്ലാം കൂടി അരിഞ്ഞ് കുനുകുനാന്നരിഞ്ഞ് നല്ല വഴറ്റിയെടുക്കും. വഴറ്റിയിട്ടെടുത്തിട്ട് നല്ല വഴറ്റിയിടുമ്പോൾ പിന്നെ അതിൽ കുറച്ച് ഞാൻ മുരിങ്ങേൻ്റെ ഇല ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. മുരിങ്ങേൻ്റെ ഇല ഇട്ടു. തൊടിയിൽ തന്നെ പറിക്കണ മുരിങ്ങേൻ്റെ ഇല കൊണ്ട് അധികം കഴുകേണ്ടി ഇത് വന്നിട്ടില്ല. കാരണം എപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഇപ്പോൾ ഇതൊന്ന് ചട്ടി നിറച്ച് മുരിങ്ങേൻ്റെ ഇല ഉണ്ട് തോന്നി കണ്ടാൽ. പക്ഷെ അത് വഴറ്റി വരുമ്പോൾ കാണാം കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് നന്നായിട്ട് ഇളക്കിയപ്പോൾ തന്നെ കണ്ടില്ലേ, എണ്ണയിൽ തട്ടിയപ്പോൾ തന്നെ, അതിൻ്റെ ചൂട് തട്ടിയപ്പോൾ തന്നെ അത് കുറയാൻ തുടങ്ങി കേട്ടോ. നല്ലവണ്ണം ഇളക്കി റെഡിയാക്കി കുറച്ച് ഉപ്പൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ട് ഞാനതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് തുറന്ന് നോക്കും കേട്ടോ. തുറന്ന് നോക്കുമ്പോൾ അതെല്ലാം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. വാടി കുറച്ച് വെള്ളം തളിച്ചു. വെള്ളം തന്നെ കരിയേണ്ട വെച്ചിട്ടാണ് വെള്ളം തളിച്ചത്. പെട്ടെന്ന് വാടല്ലോ, ഒഴിക്കേണ്ട ആവശ്യമില്ല, വെള്ളം തളിക്കേണ്ട ആവശ്യമില്ല. എന്നിട്ടത് അടച്ചു വെച്ചപ്പോൾ സെറ്റായിട്ടുണ്ട്. തുറന്ന് കാണണം ഇങ്ങനെയാണ്. ഇനി ഞാൻ ഒന്നും കൂടിയൊക്കെ ഇളക്കി റെഡിയാക്കട്ടെ. അടി പിടിച്ചിട്ടൊന്നുമില്ല കേട്ടോ, അത് അങ്ങനെ ആവിയിൽ വെന്തേണ്ട ഒരു ഇതാണ്. എന്നിട്ട് ഞാൻ നെക്സ്റ്റ് നന്നായിട്ട് ഒന്നും കൂടി ഒക്കെ റെഡിയാക്കിയിട്ട് അടുത്തതിലിട്ടത് തേങ്ങ ചിരകിയിട്ടു കേട്ടോ. തേങ്ങയിൽ മുളക് ഒന്നും ചെയ്തിട്ടില്ല, വെറുതെ തേങ്ങ ചിരകിയിട്ടിട്ടുള്ളൂ. എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കി സെറ്റാക്കി. അപ്പോൾ നമ്മുടെ മുരിങ്ങേൻ്റെ ഇലയുടെ തോരനോ ഉപ്പേരിയോ എന്താ വെച്ചാൽ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ മുരിങ്ങേൻ്റെ ഇല നമ്മുടെ പാർവതീൻ്റെ താലി എന്നൊക്കെ പറഞ്ഞേക്കാം അല്ലേ. അതുകൊണ്ട് ഞാൻ അധികം നോൺ വെജ് മുട്ടയൊന്നും ചേർത്ത് ഉണ്ടാക്കാറില്ല. അപ്പോൾ എല്ലാവർക്കും മുരിങ്ങേൻ്റെ ഇല ഉപ്പേരി ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യൂ. അപ്പോൾ എൻ്റെ ഒരു മുരിങ്ങേൻ്റെ ഇലേൻ്റെ ഉപ്പേരി കണ്ടല്ലോ. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നല്ല ടേസ്റ്റ് ആട്ടോ മുരിങ്ങേൻ്റെ ഉപ്പേരി. നമ്മൾ നല്ല ഒന്നും വേണ്ട ശരിക്ക്. മുരിങ്ങേൻ്റെ ഉപ്പേരിയും നല്ല ചൂട് ചോറ് മാത്രം മതി. ഒരു പറ ചോറുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ഞാൻ അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നല്ലാണ്ട് ആരും ചെയ്യുന്നില്ല. ഓക്കെ, താങ്ക് യു, ബൈ.